രാധ ടീച്ചറുടെ മുക്കുറ്റിപ്പൂക്കൾ എന്ന കഥാസമാഹാരത്തിലെ മരിക്കാത്ത ഓർമ്മകൾ എന്ന കഥയിലേക്ക് കടക്കാം. മധ്യവേനലവധിക്കാലം. കുട്ടികളെല്ലാം സ്വതന്ത്രർ. ഇത്രയും കാലം കൂട്ടിലടച്ച കിളികളായിരുന്നു. പഠിപ്പ് എന്ന ശരണമന്ത്രം മാത്രം. കൊച്ചുകുട്ടികളുടെ വിരസത മാറ്റാനായി ഞാൻ ചോദിച്ചു, മക്കളെ, നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ ഗ്രാമത്തിലെ തറവാട്ടിലേക്ക് പോയാലോ? ഞങ്ങൾ റെഡി. രണ്ടുപേരും തയ്യാറായി. സഹോദരങ്ങൾ പുതിയ തരം വീടുകൾ വെച്ച് താമസം മാറ്റി. അച്ഛനും അമ്മയും ഒന്നിച്ചു ജീവിച്ച കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയ്ക്കായി ആ പഴയ 2 നില കെട്ടിടം ഇന്നും നിലനിർത്തിയിരിക്കുകയാണ്. കൂട്ടുകുടുംബമായി ജീവിച്ച ആ പഴയ വീട് പഴമയുടെ ഗന്ധം പേറി ഏകയായി നിൽക്കുന്നു. വർഷങ്ങൾ പലതും കഴിഞ്ഞെങ്കിലും ബാല്യകാലത്തെ സുന്ദരമായ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചിമ്മിന്നി വിളക്കിൻ്റെ മങ്ങിയ വെട്ടത്തിൽ ഗൃഹപാഠങ്ങൾ ഹൃദയസ്ഥമാക്കും. അതിനുശേഷം ഉദയ സൂര്യകിരണങ്ങളേറ്റ് പാടവരമ്പിലൂടെ പുഴയിലേക്ക്. ആ നടപ്പിൽ ധാരാളം വൈറ്റമിൻ ഡിയും കരസ്ഥമാക്കാമല്ലോ. നീന്തിക്കുളി കഴിഞ്ഞാൽ പാടത്തിനക്കരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലേക്ക്. ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ചൈതന്യമൂർത്തിയെ തൊഴുതതിനു ശേഷം പലവട്ടം ചുറ്റമ്പലം വലം വയ്ക്കും. പുഴയിലെ നീന്തിക്കുളിയും ചുറ്റമ്പലം വലം വയ്ക്കലും നല്ല വ്യായാമമാണല്ലോ. പിന്നെ ആലിൻചുവട്ടിൽ അല്പനേരം വിശ്രമം. ആലിലകൾ ധാരാളം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് പരിസരം ശുദ്ധിയാക്കുന്നുമുണ്ടല്ലോ. സസ്യങ്ങൾക്ക് ആഹാരം പാകം ചെയ്യാൻ കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്. അവ ആഹാരം നിർമ്മിക്കുമ്പോൾ പുറത്തുവിടുന്ന ഓക്സിജനും നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ധാരാളം ഓക്സിജനും അകത്താക്കി വീട്ടിലെത്തുമ്പോൾ സ്കൂളിലേക്ക് പോകാനുള്ള സമയമായിരിക്കും. ഗ്രാമത്തിലെ എല്ലാ കുട്ടികളും ഇത്തരം ദിനചര്യയിലാണ് വളർന്നു വന്നിട്ടുള്ളത്. മണ്ണിന്റെ ഗന്ധം ആസ്വദിച്ച് പ്രകൃതി അറിഞ്ഞു ജീവിച്ചവർ. അതുകൊണ്ടായിരിക്കാം പ്രതിരോധശേഷിയിൽ അഗ്രഗണ്യരായത്. അക്കാലത്തെ കുട്ടികളൊന്നും മാരകരോഗത്തിന്റെ അടിമകളായി തീർന്നു എന്ന് കേട്ടിട്ടില്ല. ഒരു മാങ്ങയോ നെല്ലിക്കയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഴങ്ങളോ കിട്ടിയാൽ കൂട്ടാളികളെല്ലാം പരസ്പരം കടിച്ചെടുത്ത് സന്തോഷത്തോടെ ഭക്ഷിച്ചിരുന്നവർ. അന്നാർക്കും പകർച്ചവ്യാധി പിടിപെട്ടതായി അറിഞ്ഞിട്ടില്ല. കൂടാതെ ഒഴിവു സമയങ്ങളിലെ വിവിധ തരം കളികളും പിന്നെ മരുന്നിന്റെയോ ഡോക്ടറുടെയോ ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. സംഗീതസാന്ദ്രമായി ഒഴുകുന്ന പുഴയിലെ നീരാട്ട്, വിശാലമായ പാടശേഖരങ്ങളിലെ കാറ്റേറ്റുള്ള നടത്തം, കൊയ്ത്തൊഴിഞ്ഞ പാടങ്ങളിൽ കാലിക്കൂട്ടങ്ങളെ മേച്ചുകൊണ്ടുള്ള കളികൾ, വയലോരം ചേർന്നൊഴുകുന്ന നീർച്ചാലിൽ തോർത്തുകൊണ്ടുള്ള മീൻപിടുത്തം, ഉഴുതുമറിക്കുന്ന പുഞ്ചപ്പാടത്തിൽ ചെളിയിൽ അമർന്നു കിടക്കുന്ന വരാലിനെയും പരലിനെയും പിടിക്കൽ, കൂട്ടുകാരുമൊത്ത് അച്ഛനും അമ്മയുമായി കളിക്കൽ, ഇലകളെ കൊണ്ടും മണ്ണുകൊണ്ടും കഞ്ഞിയും കറിയും വയ്ക്കൽ, ഇല്ലായ്മയെ അറിഞ്ഞു ജീവിക്കൽ, കവുങ്ങിൻ പാളയിലെ സവാരി, കല്ലുകൊണ്ട് എറിഞ്ഞെടുത്ത പച്ചമാങ്ങയിൽ ഉപ്പും മുളകും കൂട്ടി ആസ്വദിച്ചു കഴിക്കൽ, ഊഞ്ഞാലാട്ടം, വർഷക്കാലത്തെ മലവെള്ളപ്പാച്ചിലിൽ ചങ്ങാടം തുഴയൽ, നഗ്നപാതരായി മൈലുകളോളം നടന്നുള്ള സ്കൂളിൽ പോക്ക്, എല്ലാം സുന്ദരമായ ഓർമ്മകൾ തന്നെ. ഇന്നത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആനന്ദകരമായ നിമിഷങ്ങളൊന്നും ലഭിക്കുന്നില്ല. പട്ടണത്തിൽ ജനിച്ചു വളർന്നവർ. പഠിപ്പും പട്ടണത്തിൽ തന്നെ. ഗ്രാമജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും ആനന്ദവും ഐശ്വര്യവും കൂട്ടായ്മയൊന്നും അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. വാസ്തവം പറഞ്ഞാൽ എൻ്റെ തലമുറയിൽപ്പെട്ടവർ മഹാഭാഗ്യശാലികളാണ്. 2 കാലഘട്ടങ്ങളിലെയും സൗഭാഗ്യവും സൗകര്യവും അറിഞ്ഞും ആസ്വദിച്ചും ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ശാസ്ത്ര പുരോഗതിയുടെ നേട്ടങ്ങൾ നമ്മെ ദിനം പ്രതി അമ്പരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകം നമ്മുടെ കൈപ്പിടിയിലായി കഴിഞ്ഞു. ചന്ദ്രനിൽ നമ്മൾ വെന്നിക്കൊടി പാറിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തി നിൽക്കുന്നു. കമ്പ്യൂട്ടർ, ടെലിവിഷൻ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോണുകൾ തുടങ്ങിയ ആധുനിക മാധ്യമങ്ങളുടെ ആവിർഭാവത്തോടെ വിജ്ഞാന മേഖല തന്നെ തുറന്നു കിട്ടിയിരിക്കുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ മൊബൈൽ ഫോണുകൾ ഇല്ലാത്തവർക്ക് ടെലിവിഷനിലെ സഫാരി ചാനൽ തുറന്നാൽ ലോകം തന്നെ നമ്മുടെ സ്വീകരണ മുറിയിലെത്തുന്നു. ബഹുമാനനായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലോകസഞ്ചാര വിവരങ്ങൾ അടങ്ങിയ കാസറ്റുകളും പെൻഡ്രൈവുകളും വിജ്ഞാന നിധികളാണ്. ലോകരാഷ്ട്രങ്ങളും ലോകാത്ഭുതങ്ങളും മാത്രമല്ല, സൗരയൂഥത്തിനപ്പുറത്തെ കാഴ്ചകളും ഏതു സാധാരണക്കാരനും കാണാനും ആസ്വദിക്കാനും കഴിയുന്നു. 1995 കാലഘട്ടങ്ങൾക്ക് മുൻപ് പാഠപുസ്തകങ്ങളിൽ നിന്നും ഇതര പുസ്തകങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താജ്മഹൽ, ഈഫിൽ ടവർ, ഈജിപ്തിലെ പിരമിഡുകൾ, ലോകമഹായുദ്ധങ്ങൾ, വീരസാഹസികരായ ടെൻസിംഗ്, ഹിലാരി തുടങ്ങിയവരുടെ എവറസ്റ്റ് കീഴടക്കൽ, മഹാനദികൾ, മഹാകവി കാളിദാസന്റെ മഹാകാവ്യമായ കുമാരസംഭവത്തിലെ മനോഹരമായ കൈലാസ വർണ്ണന, മാനസ സരസ്, ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ താഴ്വരങ്ങൾ തുടങ്ങിയവയെല്ലാം ഭാവനയിൽ കണ്ടു മാത്രമാണ് പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് അവയെല്ലാം നേരിൽ കണ്ടു പഠിക്കാം, ആസ്വദിക്കാം. 9ാം ക്ലാസ്സിൽ മലയാളം പാഠപുസ്തകത്തിൽ ശാസ്ത്രീയ വിവരണങ്ങൾ അടങ്ങിയ ഒരു പാഠമുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും വിവരിച്ചിരിക്കുന്നത് അന്തർവാഹിനി കപ്പലുകൾ,
യുദ്ധരംഗങ്ങളിൽ വഹിച്ചിരിക്കുന്ന നിർണായകമായ പങ്കിനെക്കുറിച്ചാണ്. അന്തർവാഹിനികളിലെ അറകളിൽ വെള്ളം പമ്പ് ചെയ്ത് നിറച്ചു കഴിയുമ്പോൾ അത് സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴുന്നതിനെക്കുറിച്ചും വെള്ളം നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഉപരിതലത്തിലേക്ക് പൊങ്ങി വരുന്നതിനെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ കുട്ടികളെല്ലാം ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്നു. ഇന്നവയെല്ലാം നേരിൽ കാണാനും അവയുടെ പ്രവർത്തനങ്ങൾ അറിയാനും കഴിയുന്നു. മാത്രമല്ല, വിമാനവാഹികളായ പടക്കപ്പലുകൾ, ബ്രഹ്മോസ്, ക്രൂയിസ് തുടങ്ങിയ അതിസംഹാരശേഷിയുള്ള മിസൈലുകൾ, പാറ്റൺ ടാങ്കുകൾ, പോർ വിമാനങ്ങൾ, ഉപഗ്രഹങ്ങൾ, അവയുടെ വിക്ഷേപണങ്ങൾ, അതിർത്തി കാക്കുന്ന ധീരജവാന്മാരുടെ കഷ്ടപ്പാടുകൾ, വൈദ്യശാസ്ത്ര രംഗത്തെ നേട്ടങ്ങൾ, അങ്ങനെ എല്ലാ മേഖലയിലുള്ള പുരോഗതിയെക്കുറിച്ചും നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കഥയുടെ തുടർച്ച വിട്ടുപോകാതെ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.